ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധമായ അൾത്താരയുടെ മുമ്പിൽ സജീവനോടൊപ്പം നമ്മൾ കൂടിയിരിക്കുന്നത് ദൈവത്തിന് ഈ വൈദികനിലൂടെ നമ്മുടെ ഇടവകയ്ക്ക്, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ദൈവം തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ്. ഒരു വർഷക്കാലം ഈ ബലിപീഠത്തെ സ്നേഹിച്ച് ഈ ബലിപീഠത്തിൽ നമ്മളുടെ പ്രാർത്ഥനകളും നമ്മുടെ നൊമ്പരങ്ങളും അർപ്പിച്ച് പ്രാർത്ഥിച്ച വൈദികനോട് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നന്ദി ഈ ബലി തന്നെയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. പ്രിയപ്പെട്ട സജീവച്ചനെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ദൈവം ഈ പുരോഹിതനിലൂടെ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഭക്തിയോടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിലൂടെ തുടരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരാജ് ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും ഭാരം സ്തുതിയുമെന്നെന്നും. അനവധ്യം മമനാഥാനിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെങ്ങും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിയർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദര, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവേൻ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നോക്കൂ, ഞാൻ നിന്നെ ഫറോയ്ക്ക് ദൈവമായി നൽകിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹറോൻ നിന്റെ പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ സംസാരിക്കണം. നിന്റെ സഹോദരൻ അഹറോനാകട്ടെ ഫറോയോട് അവൻ്റെ രാജ്യത്ത് നിന്ന് ഇസ്രായേലിനെ വിട്ടയക്കുന്നതിന് വേണ്ടി സംസാരിക്കും. ഇസ്രായേലിനെ വിട്ടയക്കുന്നതിന് വേണ്ടി ഞാൻ സംസാരിക്കും. ഞാൻ ഫറോയുടെ ഹൃദയം കടിപ്പിക്കും. ഈജിപ്ത് നാട്ടിൽ എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഞാൻ വർദ്ധിപ്പിക്കും. എന്നാൽ ഫറോ നിങ്ങളെ ശ്രവിക്കുകയില്ല. അപ്പോൾ ഞാൻ ഈജിപ്ത് നാട്ടിൽ എൻ്റെ കൈ വയ്ക്കും. എൻ്റെ സൈന്യങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്ത് നാട്ടിൽ നിന്ന് കഠിനമായ ശിക്ഷാവിധിയാൽ ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഈജിപ്തിന് മേൽ എൻ്റെ കൈ നീട്ടി അവരുടെ ഇടയിൽ നിന്ന് ഞാൻ ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ അറിയും. മോശയും അഹ്റോനും കർത്താവ് കൽപ്പിച്ച പ്രകാരം തന്നെ പ്രവർത്തിച്ചു. A reading from 2 Corinthians chapter 4. Bless me, Father. May Christ bless you. But we have this treasure in clay jars, so that it may be made clear that this extraordinary power belongs to God and does not come from us. We are afflicted in every way, but not crushed, perplexed, but not driven to despair, persecuted, but not forsaken, struck down, but not destroyed, always carrying in the body the death of Jesus, so that the life of Jesus may also be made visible in our bodies. For a while we live. We are made visible in our bodies, always being given up to death for Jesus' sake, so that the life of Jesus may be made visible in our mortal flesh. So death is at work in us, but life in you. But just as we have the same spirit of faith that is in accordance with Scripture, I believed, and so I spoke. We also believe, and so we speak, because we know that the one who raised the Lord Jesus will raise us also with Jesus, and will bring us with you into his presence. Yes, everything is for your sake, so that grace as it extends to more and more people may increase thanksgiving to the glory of God. So we do not lose heart, even though our outer nature is wasting away. Our inner nature is being renewed day by day. For this slight momentary affliction is preparing us for an eternal weight of glory beyond all measure. Because we look not at what can be seen, but at what cannot be seen. For what can be seen is temporary, but what cannot be seen is eternal. This is the word of the Lord. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിർമ്മലമായൊരു ഹൃദയം നാഥ അലിവോടെന്നിൽ ഉരുവാക്കണമേ. ദൈവികമാം തവ ചൈതന്യം നീ നൂതനമാക്കി തീർക്കണമെന്നിൽ എന്നുടെ പാവനറൂഹായേ നീ എന്നെ
പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ 12 പേരെയും ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾ കേൾപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വച്ച് അവർ നിങ്ങളെ ചമ്മട്ടികൊണ്ടടിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് വലിച്ചിഴക്കപ്പെടും. അവിടെ അവരുടെയും ജനതകളുടെയും മുൻപാകെ നിങ്ങൾ സാക്ഷ്യമാകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് മകനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് പലായനം ചെയ്യുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുൻപ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഓടിത്തീർക്കുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ മേലെയല്ല, ഭൃത്യൻ യജമാനനേക്കാളും. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയുമായാൽ മതി. ഗ്രഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. കാരണം മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും എന്നാൽ ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തുട്ടിന് 2 കുരുവുകൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവ് അറിയാതെ അവയിൽ ഒന്നുപോലും നിലത്ത് വീഴുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വികാരിയച്ച, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ഒരു അവസരം ഇന്ന് കാറ്റഗിസത്തിൻ്റെ അസസ്മെൻ്റൊക്കെ ഉള്ളതുകൊണ്ട് കുർബാനയ്ക്ക് ശേഷം നന്ദി പറഞ്ഞ് ഒത്തിരി സമയം കളയേണ്ട എന്നുള്ളതുകൊണ്ട് ഈ സമയം ഞാൻ അതിനുവേണ്ടി കൂടെ വിനിയോഗിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഞാനിവിടെ വന്നിട്ട് 1 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഈ മെയ് മാസം 26-ാം തീയതി 1 വർഷം പൂർത്തിയായി. ഇപ്പോൾ 1 മാസവും കൂടെ തികയാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഒത്തിരി നന്ദിയുള്ള ഹൃദയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ വന്നിട്ട് എനിക്ക് ഒരുപാട് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് ഒത്തിരി വളരുവാനായിട്ട് സാധിച്ചു. ഒരുപക്ഷെ നാട്ടിൽ കുറേ കാലം ഞാൻ ചെയ്ത ശുശ്രൂഷകളെക്കാൾ അധികമായി ഇവിടെ വന്ന് ഈ 1 വർഷക്കാലം കൊണ്ട് എനിക്ക് അനേകം പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട മേഖലകളിലൂടെ കടന്നു പോകാനായിട്ട് സാധിച്ചു. അതെന്നെ ഒരുപാട് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയും അതുപോലെ തന്നെ പൗരോഹിത്യത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്തു. ഞാൻ ഏതൊരു പ്രവാസിയെപ്പോലെയും ഒരുപാട് സങ്കടത്തോടും അല്ലെങ്കിൽ ഒരു മനസ്സിൽ ആകുലതയോടും വിഷമത്തോടും ഒക്കെ കൂടിയിട്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാനിവിടെ വരുന്നതിന് മുൻപ് തന്നെ എന്നോട് ഫ്രാൻസിസ് അച്ഛൻ പറഞ്ഞായിരുന്നു, വരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ പള്ളിയിലേക്കാണ് വരുന്നത്, ഇവിടെ ഒത്തിരി ആവശ്യമുണ്ട്, അതുകൊണ്ട് അച്ഛൻ എത്രയും വേഗം വരണമെന്നാണ് എന്നോട് പറഞ്ഞത്.
വിസ കിട്ടിയത് അന്ന് തന്നെ അച്ഛൻ ടിക്കറ്റും എടുത്തു. അപ്പോൾ എനിക്കത് കഴിഞ്ഞൊരു 10-15 ദിവസമാണ് ആകെ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ വികാരിയായിരുന്ന ഇടവകയിൽ നിന്ന് ഞാൻ മാറിയിട്ടുമില്ല. അപ്പം അവിടുന്ന് മാറി ഒരു 5 ദിവസം മാത്രം വീട്ടിൽ നിന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് മാനസികമായും ഒന്ന് ഒരുങ്ങാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഇങ്ങോട്ട് വരാൻ പിതാവ് പറഞ്ഞ് 2 മാസത്തിനുള്ളിൽ എല്ലാം പെട്ടെന്ന് പൂർത്തിയായി. സാധാരണഗതിയിൽ എല്ലാം മെഡിക്കലൊക്കെ ഒന്ന് കിട്ടി വരാൻ ഒരു 6 മാസമെങ്കിലും താമസം ഉണ്ടാകുന്നതാണ്. ദൈവത്തിന് എന്നോട് ആ കരുണ കാണിച്ചില്ല. എന്നോട് പെട്ടെന്ന് 2 മാസം കൊണ്ട് തന്നെ എനിക്കിവിടെ എത്തേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒരുക്കത്തോടെയൊന്നും അല്ല വന്നത്. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമങ്ങളും നിരാശയും വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന സമയം മുതൽ എനിക്ക് ആ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിപ്പോയി. അവിടുത്തെക്കാളും കുറച്ചുകൂടി നല്ലത് ഇവിടെയാണല്ലോ എന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം നിങ്ങളുടെ സ്നേഹവും പരിഗണനയും ചേർത്ത് പിടിക്കലും ഒക്കെ ഉണ്ടായപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പൗരോഹിത്യ ശുശ്രൂഷയിൽ സന്തോഷത്തോടെ പോകാൻ, സങ്കടങ്ങൾക്കൊന്നും ഇവിടെ യാതൊരുവിധ പ്രാധാന്യവും ഇല്ല. വ്യക്തിപരമായ സങ്കടങ്ങളും വ്യക്തിപരമായ വിഷമങ്ങൾക്കൊന്നും പൗരോഹിത്യ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച് തുടങ്ങിയപ്പോഴാണ്. കാരണം അത്രത്തോളം നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചു. ദൈവം എന്നെ എടുത്ത് എറിഞ്ഞത് ഒരു നല്ല നിലത്തേക്കാണ് ഞാൻ വന്ന് വീണതെന്നുകൊണ്ട്, ദൈവം എറിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല നിലത്താണ് വന്ന് വീണത് എന്നതുകൊണ്ട് ഇവിടെ തഴച്ചു വളരാനായിട്ട് എനിക്ക് സാധിച്ചു എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ വിശ്വാസം. നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് എല്ലാ മേഖലകളിലും. ഞാൻ സംഘടനകളോ അങ്ങനെയൊന്നും എടുത്തു പറയുന്നില്ല. കാരണം എല്ലാവരും ഈ ഇടവകയിലുള്ള മുഴുവൻ ആളുകളും ചേർന്നതാണല്ലോ ഓരോ സംഘടനകളൊക്കെ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂട്ടായ്മകളിലൂടെ കടന്നു വന്നപ്പോഴും നിങ്ങളോട് പുറത്തൊക്കെ നിന്ന് സംസാരിച്ചപ്പോഴും സൗഹൃദങ്ങൾ പങ്കുവെച്ചപ്പോഴും ഒക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വളർച്ചയിലേക്ക് കടന്നു വരാൻ എനിക്ക് സാധിച്ചത്. ഒത്തിരി പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും ആ പ്രശ്നങ്ങൾക്കനുസരിച്ച് അന്നേരമാണ് ഞാനും ചിന്തിക്കുന്നത്, ഞാനും ഇതേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണല്ലോ എന്ന്. പലപ്പോഴും കുമ്പസാരക്കൂട്ടിൽ വെച്ചാണ് ഞങ്ങൾ അച്ഛന്മാരുടെ ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്നത്. പല പാപങ്ങളും പല തെറ്റുകുറ്റങ്ങളും നിസ്സാരമായ കാര്യങ്ങളൊക്കെ അവിടെ മനുഷ്യർ ഏറ്റുപറയുമ്പോഴാണ് ഞാനും ഒരു പാപിയാണല്ലോ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുള്ളൂ. അങ്ങനെ ജീവിത പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ നിങ്ങളുമായിട്ട് കൂടുതൽ ഞാൻ ഒത്തിരി ആളുകളുമായിട്ട് ഇങ്ങനെ അടുത്ത് ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കൂടുതൽ സംസാരിക്കാൻ, എപ്പോഴും കണ്ടാലും സുഖമാണോ എന്നെങ്കിലും ഒന്ന് ചോദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ആളുകളുമായിട്ട് എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ മറക്കാനും എൻ്റെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കാനും എൻ്റെ ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താനും സാധിക്കുമെന്നുള്ള എൻ്റെ ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇവിടെയുള്ള ആളുകളെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നന്മയുള്ള ജീവിതങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും ഒരുപാട് നന്മകളുള്ളവരാണ് നിങ്ങൾ. ആ നന്മയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ആത്മീയമായ അടിത്തറയുള്ള അനേകം ആളുകൾ ഇവിടെയുണ്ട്. ആത്മീയമായ ഉറപ്പുള്ള അടിത്തറ, അനേകം പേരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ, അച്ഛന്മാരെ സഹായിക്കാൻ പറ്റുന്ന, അതുപോലെ ആത്മീയമായി നല്ല രീതിയിൽ വളർന്നിട്ടുള്ള ഒത്തിരി ആളുകളെ ഞാൻ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ ഇടവകയുടെ ഒരു വലിയ നന്മയാണ്. അത് നമ്മുടെ കുടുംബങ്ങളുടെ ഒരു നന്മയാണ്. കുടുംബങ്ങളിൽ നിന്നാണല്ലോ വ്യക്തികൾ ഇങ്ങനെ രൂപപ്പെടുന്നത്. അത് ഈ ഇടവകയുടെ ഒരു വലിയ സമ്പത്താണ്. ആത്മീയമായി അടിത്തറയുള്ള കുടുംബങ്ങളും വ്യക്തികളും ഉണ്ട് എന്നത്. അതുപോലെ തന്നെ വിശ്വാസമുള്ളവർ, ദൈവത്തോട് വിശ്വാസം ഉള്ളവരായതുകൊണ്ടാണ് ഇവിടെ കടന്നു വരുന്നവരെല്ലാം പിതാക്കന്മാരും അച്ഛന്മാരും മറ്റ് ആളുകളുമൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് ഈ ദേവാലയത്തെ നോക്കിക്കാണുന്നത്. അത്രയും അതിശയത്തോടു കൂടിയാണ് ദേവാലയത്തെ നോക്കിക്കാണുന്നത്. അത് നിങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കുന്നത് കൊണ്ടും ഒരു ദേവാലയത്തെയും ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടുമാണ് അത്ഭുതമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ദൈവം ആഗ്രഹിച്ച പോലെ ഈ ദേവാലയം ഇവിടെ ഉയർത്തിയെടുക്കാൻ ഇന്ന് തലയുയർത്തി നിൽക്കുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ കാരണം നിങ്ങളുടെ വിശ്വാസ ജീവിതവും നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് പകർന്നു തന്ന ആ വിശ്വാസത്തിൽ നിങ്ങൾ അടിയുറച്ച് നിന്നതിൻ്റെയും ഒരു കാരണം കൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ, നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഇതിൻ്റെ ചുറ്റുവട്ടം ജീവിക്കാനും ദൈവം ആദ്യമേ തന്നെ എനിക്ക് ഭാഗ്യം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാം. കാരണം ഈ ദേവാലയത്തിൽ വികാരിയായി വരിക, ഇവിടെ അസിസ്റ്റന്റ് വികാരിയായിരിക്കുക എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ്.
അതൊരു നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷയും ഒരു സ്വപ്നവും ഒക്കെയാണ്. ഇപ്പം ഫ്രാൻസിസും കഴിഞ്ഞ് ഏറ്റവും ആദ്യമായുള്ള അച്ഛനാണ് ഭാഗ്യം ലഭിച്ചത്. ഒരു കൊച്ചച്ഛൻ എന്ന നിലയിൽ പുതിയ പള്ളിയിൽ ആദ്യമായി അസിസ്റ്റന്റ് വികാരിയായിട്ടിരിക്കാൻ എനിക്കാണ് ഭാഗ്യം ലഭിച്ചത്. ഈ പള്ളി പണിതതിന് ശേഷം ഈ പള്ളിയിൽ ഞാൻ അല്ലാതെയല്ല, അതിന് ദൈവം എന്നെയാണ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് യോഗ്യനാക്കിയത്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം നിങ്ങളുടെ ഈ വിശ്വാസത്തെ പ്രതി ഞാൻ അതിൽ അത്ഭുതപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ അതിൽ അതിശയപ്പെട്ടുകൊണ്ടും നിങ്ങളെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കുടുംബത്തോട് സ്നേഹമുള്ളവർ, കുടുംബത്തെ അത്രത്തോളം ചേർത്ത് പിടിക്കുന്നവരാണ് നിങ്ങൾ. ഞാൻ എല്ലാ ഇടവകയിലും ചെന്ന് ചാർജ് എടുക്കുമ്പോൾ, വികാരിയായിട്ട് ചാർജ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ഞാൻ ഒരു പാവമാണ്. നിങ്ങളുടെ വീട്ടിലെ ഒരു മകനായിട്ടോ ഒരു സഹോദരനായിട്ടോ ഒരു കൂട്ടുകാരനായിട്ടോ മാത്രമേ നിങ്ങൾ എന്നെ കാണാവൂ. എന്നെ നിങ്ങൾ ചിലപ്പം വീട്ടിൽ കാണും, ചിലപ്പോൾ റോട്ടിൽ കാണും, ചിലപ്പോൾ കടയിൽ കാണും. അവിടെയൊക്കെ ഇരിക്കുമ്പോൾ അച്ഛനെന്ന നിലയിൽ ദൂരെ നിൽക്കാതെ അടുത്ത് വന്നിരിക്കണം, ചായ മേടിച്ചു തരണം എന്നൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. ഇവിടെ അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും അതിലും കൂടുതൽ അത് അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. നിങ്ങളുടെ വീട്ടിലെ ഒരു മകനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ ഇവിടെ വന്ന സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമങ്ങളിലൂടെ കടന്നുപോയ ഒരു സാഹചര്യമായിരുന്നു. ഒന്നാമത് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ വിട്ടുപോകുന്നതിൻ്റെ ഒരു സങ്കടം, അതോടൊപ്പം തന്നെ പപ്പ ഞങ്ങളെ വിട്ടുപോയതിൻ്റെ ഒരു സങ്കടം. ഇതിൻ്റെയൊക്കെ വിഷമത്തിൻ്റെ ഇടയിലൂടെ കടന്നുപോയപ്പോഴും ഒരിക്കൽ പോലും വിങ്ങിപ്പൊട്ടാതിരിക്കാൻ എന്നെ സഹായിച്ചത് ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ്. ആ ഒരു ബലം എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ആ സാഹചര്യങ്ങളെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ഒരുപാട് പേര് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിലും മരിച്ച സമയത്ത് അടക്കിന് പോലും ഇവിടെ നിന്ന് 7 പേര് അവിടെ വന്ന് പങ്കെടുത്തു. അതൊന്നും ഞങ്ങളുടെ കുടുംബത്തിന് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് നന്ദി പറയും തോറും അകലം കൂടുമെന്നാണ് പറയുക. അതുകൊണ്ട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നില്ല. എൻ്റെ ബലിപീഠത്തിൽ നിങ്ങളെന്നെ പ്രാർത്ഥനയിലൂടെ സഹായിച്ചിട്ടുണ്ട്, എന്നെ വിളിച്ച് സഹായിച്ചിട്ടുണ്ട്, മറ്റെല്ലാ പ്രവർത്തനങ്ങളിലൂടെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ സഹായങ്ങളെയും ഞാൻ അന്ന് എല്ലാവരോടും പറയും, എൻ്റെ ബലിപീഠത്തിൽ നിങ്ങളുണ്ടാവും. എനിക്ക് ആ ഒരു ഉറപ്പ് മാത്രമാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ നിങ്ങൾക്ക് തരാനുള്ളൂ. എൻ്റെ ബലിപീഠത്തിൽ ഞാൻ അർപ്പിക്കുന്ന ഓരോ ബലിയിലും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും. ആ ബലിപീഠത്തിൽ സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നത് ഫ്രാൻസിസ് അച്ഛനെയും ആണ്. ഞാൻ ഇവിടെ വന്ന സമയം മുതൽ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഇവിടുത്തെ കാര്യങ്ങൾ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഇവിടെ ചെയ്യേണ്ട ശുശ്രൂഷകളെക്കുറിച്ച് പറഞ്ഞു തരാനും അതിനനുസരിച്ച് എന്നെ ഗൈഡ് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അച്ഛൻ്റെ എല്ലാ സ്നേഹത്തെയും നന്ദിയോട് ഓർക്കുകയും ഇന്നത്തെ ബലിയിൽ അച്ഛനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങളെ ഉള്ളെങ്കിലും സിബി അച്ഛൻ്റെ കൂടെ ഞാൻ കുറച്ച് നാൾ അടിലയിലും ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ആ വലിയ സൗഹൃദം അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞോളൂ. ഇപ്പം ഞാൻ വെറുതെ പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു സസ്പെൻസ് അത് കളയണ്ടല്ലോ, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മതി. ഒത്തിരി സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ്, നിങ്ങൾ ഇഷ്ടപ്പെടും. എനിക്ക് ഈ ദിവസങ്ങളിൽ തന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, അച്ഛന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം, അച്ഛന് ഈ ഇടവകയ്ക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള കാര്യം നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഞാൻ കേട്ടു, അച്ഛനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു. അതിന് അച്ഛൻ എന്നെ സ്നേഹിച്ചതിനും ചേർത്ത് പിടിച്ചതിനും ഒക്കെ അച്ഛനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഇനി നിങ്ങൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു നന്ദിയാട്ടോ. നിങ്ങൾ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട. അതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് നമ്മുടെ കൈക്കാരന്മാർ, അതുപോലെ തന്നെ സെക്രട്ടറിമാർ, കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും ഉള്ളവർ, അവർ ഈ ഒരു ജീവിത കാലഘട്ടങ്ങളിൽ ഞാനിവിടെ വന്ന സമയത്ത് ഏറ്റവും ആദ്യം പേര് പിടിച്ചത് അവരുടെയാണ്, ഏറ്റവും ആദ്യം കൂട്ടുകൂടിയത് അവരോടാണ്. കാരണം ഞാൻ വരുന്ന സമയത്ത് പള്ളിയുടെ ചുറ്റുവട്ടം എപ്പോഴും അവരുണ്ടായിരുന്നു. ആദ്യം ഞാൻ സേവ് ചെയ്ത നമ്പർ അവരുടേതാണ്. അതുകൊണ്ട് അവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. അവരുടെ വലിയ കൂട്ടും സൗഹൃദവും അവരുടെ കൂടെയാണ് ഞാൻ ഇവിടെയുള്ള ഈ പള്ളിക്ക് ചുറ്റുവട്ടമുള്ള ഭക്ഷണശാലകളെല്ലാം പോയി സന്ദർശിച്ചത്. കാരണം ആ പണിയുടെ ദിവസങ്ങളിലെല്ലാം രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ അവരെന്നെ കൂട്ടിക്കൊണ്ടു പോകും, അവിടെ കൊണ്ടുപോയി മേടിച്ചു തരും. മസാല ദോശയൊക്കെ ഇവിടെ കിട്ടുമെന്ന് അന്നാണ് ഞാനത് തിരിച്ചറിയുന്നത്. ഇവിടെ അടുത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നെ ഒത്തിരി അവർ സ്നേഹിച്ചു. അവരുടെ മകനായിട്ടെന്ന് പറയാൻ പറ്റില്ല, കൂട്ടുകാരനായിട്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്ങനെയാണ് അവരെന്നെ സ്നേഹിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ അവരെന്നെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊയറും അൾത്താര ശുശ്രൂഷയും, ഇവരെ മാത്രമേ ഞാൻ പേരെടുത്ത് പറയുന്നുള്ളൂ.
ഒരു വലിയ പാട്ടുകാരനൊന്നും അല്ലെങ്കിലും നമ്മുടെ വിശുദ്ധ കുർബാനയും ശുശ്രൂഷകളും ഭംഗിയായിട്ട് ദൈവാനുഭവത്തോടെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ല ഗായക സംഘം വേണം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കൂടെ കൂടാൻ അവർ വളരെ മികച്ച നമ്മുടെ രൂപതയിലെ ഏറ്റവും നല്ല കൊയറാണ്. അവരെ നന്ദിയോടെ ഓർക്കുന്നു. അൾത്താര ശുശ്രൂഷകരാണ്. മാലാഖമാരെ പോലെ അച്ഛന്മാരുടെ കൂടെ നിന്ന് ഈ ദേവാരാധനയിൽ പങ്കുചേരുന്നത്. അവരെയും ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. കെയ്ൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ നിങ്ങളെല്ലാവരും വരുമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നോട് പറഞ്ഞു, അച്ഛാ, പ്ലാവ് നിറയെ ചക്കകൾ കിടക്കുന്ന, തെങ്ങ് മുഴുവൻ തേങ്ങ കിടക്കുന്ന, മാവ് മുഴുവൻ നല്ല ഈ ഓസ്ട്രേലിയയിലെ ഏറ്റവും മനോഹരമായ രുചികരമായ മാങ്ങ കായ്ച്ചു കിടക്കുന്ന ഒരു നാട്ടിലേക്കാണ് അച്ഛൻ പോകുന്നത്. അതുകൊണ്ട് അച്ഛന് ഏറ്റവും സുഖകരമായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ സന്തോഷം തോന്നും എന്ന് പറഞ്ഞു. ഇടുക്കിയിലെ ഇതെല്ലാം ധാരാളമായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് തിന്നു മടുത്തിട്ട് വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇതൊന്നും എൻ്റെ പ്രതീക്ഷയിലുള്ള ഒരു കാര്യമേ അല്ല. ചക്കയും മാങ്ങയും തേങ്ങയൊന്നും. ചക്കയുടെ കാലം തുടങ്ങിയാൽ അത് തീരുന്നിട്ട് അത് ഉണങ്ങി വെച്ചിട്ട് അത് കഴിഞ്ഞും കൂടെ വേവിച്ച് തരുമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെയൊക്കെ മടുത്തതാണ്, കഴിച്ചു മടുത്തതാണ്. പക്ഷേ നമുക്കറിയാം, ഞാൻ അവിടെ പോകുന്നത് നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന ഹൃദയമുള്ള മനുഷ്യരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സന്തോഷം തോന്നിയില്ലേ? നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന ഹൃദയമുള്ള, നിങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളുള്ള, നിങ്ങളെപ്പോലെ ദൈവത്തെ സ്നേഹിക്കുന്ന, ദേവാലയത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല സമൂഹത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, തെങ്ങ് ചതിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ തെങ്ങ് സംസാരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. എനിക്ക് വിശക്കുമ്പോൾ, മോനെ നീ എന്നെ പിടിച്ച് കുലുക്കിയിട്ട് ഒരു കരിക്കിട്ട് കുടിച്ചോളാൻ തെങ്ങെന്നോട് പറയാൻ, ഇത് കൊണ്ടേ തരാൻ നമുക്ക് നല്ല മനസ്സുള്ള ആളുകൾ വേണം. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടെത്താൻ, ഒരു നല്ല ആരാധന സമൂഹമായി അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്രകാരം നല്ല ഹൃദയമുള്ള മനുഷ്യർ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്. അത് കണ്ടെത്താൻ എനിക്ക് പറ്റണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് എൻ്റെ കുറവാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അവിടെയുള്ള മനുഷ്യരുടെ കൂടെ ആയിരിക്കാൻ, നിങ്ങളുടെ കൂടെ ഞാൻ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ അവിടെയും ആയിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അവിടെ വരണം. അപ്പോൾ എനിക്ക് അവരോട് വിളിച്ചു പറയാം, എന്നോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് മെൽബണിൽ നിന്നും, ഞാൻ മുൻപുണ്ടായിരുന്ന ഇടവകയിൽ നിന്നും ഇതാ വന്നിരിക്കുന്നു ഒരു കൂട്ടം ആളുകൾ നിന്ന്. അതുകൊണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക്, നിങ്ങളെല്ലാം പോയിട്ടുള്ളവരാണ് കൂടുതൽ, എങ്കിലും നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ അങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ മുൻപിൽ, ഈ അൾത്താരയുടെ മുൻപിൽ നിന്ന് നിങ്ങളോട് നന്ദി പറയാം. അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളെക്കുറിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവരോട് ഒരു വാക്ക്, ഇവരെല്ലാം നിങ്ങളുടെ കുടുംബത്തിനും ഈ ഇടവകയ്ക്കും ഒരു ഭാവിയിൽ ഒരു വലിയ നന്മയായി തീരും, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയായി തീരും എന്നുള്ളതിൽ എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവരോട് ഇംഗ്ലീഷിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ചെറിയ നന്ദി പറയുകയാണ്. മൈ ഡിയർ ചിൽഡ്രൻ, I have great hopes and expectations for each one of you. I pray that you continue to grow in faith, remaining closely united with the church, this parish and your families. You have the potential to achieve wonderful goals in your life. Thank you so much for the love and affection you have shown me. അതുപോലെ തന്നെ യുവജനങ്ങളോട്, അവരോടും എനിക്ക് ഒരു വാക്ക് നന്ദി പറയാനുണ്ട്. അവരുടെ കൂടെ ഞാൻ പോയതാണ്, പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയി, അവരോട് നന്ദിയൊക്കെ പറഞ്ഞതാണ്. എങ്കിലും അവരോട് എനിക്ക് പറയാനുള്ളത്, യു ഹോൾഡ് എ വെരി സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. ഇൻ യു ഐ സീ ദ ഫ്യൂച്ചർ ഓഫ് ദിസ് പാരിഷ്. ഐ ഹാവ് ട്രൂലി എൻജോയ്ഡ് സ്പെൻഡിങ് ടൈം വിത്ത് യു ആൻഡ് ഷെയറിംഗ് എ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ്. ഓൾദോ ഐ ആം ലിവിംഗ് ആഫ്റ്റർ ഹാവിംഗ് ഗ്രോ സോ ക്ലോസ് ടു യു, I will always remain in my thoughts and prayers. ഞാൻ അവരോട് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ കാര്യം ഒരിക്കൽ കൂടി നിങ്ങളോടും ഞാൻ പറയുകയാണ്, യൂത്തിനോടും പറയുകയാണ്. ലെറ്റ് ദിസ് പാരിഷ് ബി ദ റൗണ്ട് അബൌട്ട് ഓഫ് യുവർ ലൈഫ്. വെയർ എവർ യു ഗോ ആൻഡ് വാട്ട് എവർ യു ഡു, നെവർ ബൈപാസ് യുവർ പാരിഷ് ചർച്ച്. ലെറ്റ് ഇറ്റ് റിമെയിൻ ദ സെൻറ്റർ ദാറ്റ് ഗൈഡ്സ് ആൻഡ് കണക്ട്സ് എവറി പാർട്ട് ഓഫ് യുവർ ജേർണി. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു റൗണ്ട് അബൌട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ആ റൗണ്ട് അബൌട്ടിൽ നിന്ന് പല മേഖലകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ലെഫ്റ്റ് തിരിഞ്ഞാലും റൈറ്റ് തിരിഞ്ഞാലും നേരെ പോയാലും ഒരുപക്ഷെ പല ലക്ഷ്യങ്ങളിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന് ആ റൗണ്ട് അബൌട്ട് ഒന്ന് കറങ്ങാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ യൂത്തിനോടും പറഞ്ഞ ഒരു കാര്യം ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ എതിലേ പോയാലും, എന്ത് കാര്യങ്ങളിൽ ഇടപെട്ടാലും അവസാനം തിരിച്ച് ഈ ദേവാലയത്തെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് മാത്രമേ നിങ്ങൾ പോകാവൂ. അതുപോലെ ജീവിതത്തിൻ്റെ ഒരു നടുവിൽ നിൽക്കുന്ന
ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഇടമായിട്ട് ഈ ദേവാലയം മാറ്റാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങൾക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധി ഈ ബലിയിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചതിന്, എന്നെ ചേർത്ത് പിടിച്ചതിന്, എന്നെ പരിഗണിച്ചതിന് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് നിങ്ങളെല്ലാവരെയും ഈ ബലിപീഠത്തിൽ സമർപ്പിച്ച് നിങ്ങളുടെ കുടുംബത്തിനും വ്യക്തിജീവിതത്തിനും ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ബലി അർപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവ് ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന് അരുളി ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മാതൃക അനുസരിച്ച് സത്യവിശ്വാസത്തിനു വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്യുന്ന കർത്താവെ, കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി ലോകമെങ്ങും പ്രക്ഷോഭിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ലിയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷന്മാർ ജോൺ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്ലിഹന്മാരെ സുവിശേഷം പ്രസംഗിക്കുവാൻ നിയോഗിച്ച കർത്താവെ, ഉദ്ധിതനായി നിന്നെ അനുഭവിച്ചറിയുന്നതിനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരും നിന്നെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്നതിന് ഇടയാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. ആത്മജനം പാവനരൂഹായും ത്രിത്വവുമേകവുമാ മാനവബുദ്ധിക്ക് സത്യം ദുർഗ്രഹമായി നിലനിൽക്കുന്നു. ആദിയുമന്തവുമില്ലാതെ മഹിതം ദൈവസ്വഭാവത്തിൽ പാടിയിടും ത്രിത്വം സ്തുത്യർഹൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. താതനും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും
ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിലോർത്തിടാ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും
ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രികീസുമാരും മേജാർച്ച് മെത്രാപ്പൊലിത്തമാരും മെത്രമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരെയും ബ്രഹ്മചാരികളും കണിയെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരെയും ഓർമ്മയാചിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കൾ സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശയുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണം. എൻ്റെ സഹോദരരെ, കൃപാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശരണാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രികത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കുടാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരും പാപികളുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
നിന്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലിയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവിന്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോൺ മെത്രാനും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും പാപികളുമായ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ ആഗ്രഹത്തോടും പ്രത്യാശയോടും കൂടെ കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിനും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ലോകമെമ്പാട് രോഗബാധിതരായി കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരെ ശുശ്രൂഷിക്കുന്നവർക്കും എല്ലാ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിനും ഭവനങ്ങളിലും ജോലിസ്ഥലങ്ങളിലും പഠന മേഖലകളിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവുന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധമായ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ മൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുഗ്രഹത്തിനനുസൃതമായി
എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അണതാപത്തിനുള്ള വാഹന ശരണത്തോടെ അപരാധങ്ങൾ നിന്നെ പിന്തിരിഞ്ഞും പാപളം കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിനതകളും കലങ്ങളും പറഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ സ്ഥിരീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പശുതാമാനാൽ പാവത്തേക്ക് ഒരുക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ്, ഇവ ഞങ്ങളുടെ ശരീരത്തിന്റെ ഒരുപ്പനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാവട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഇതാ മിശിഹായുടെ തിരുശരീരങ്ങളാകുന്ന നിഗൂഢ രഹസ്യങ്ങൾ നൽകപ്പെടുന്നു. ഈ ആത്മീയ വിരുന്നിനെ മാലാഖമാരുടെ ഗണങ്ങൾ പ്രകീർത്തിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, രക്ഷയുടെ കൃപയാൽ ദൈവപുത്രനായ മിശിഹായുടെ ശരീരരക്തങ്ങളെ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ സമീപിക്കുകയും സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യാം. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധ്യനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെ കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മധ്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുതിയോഗ്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ അങ്ങ് തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞതയർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ നിന്റെ ശരീരവും രക്തവും നൽകി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിച്ചതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും നിനക്ക് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു.
സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ തൻ പ്രിയസുതനാൽ രക്ഷിച്ചു. റൂഹ തൻ വരമേകുകയായി ത്രിത്വസ്തുതികൾ പാടി മുദാ ദിവ്യ രഹസ്യം ഘോഷിക്കും. നമ്മിൽ മാനവ സ്നേഹിതനാം നാഥൻ തൻ കൃപ ചൊരിയട്ടെ. പരിപാവനമീ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാം നമ്മെ നിതാന്തം സകലേശൻ പ്രേക്ഷിതരായി നയിക്കട്ടെ. ജീവനെഴും തിരുശ്രീവായ നിങ്ങൾ മുദ്രിതർ ആകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Warmly welcome all of you as we gather to celebrate and honor a priest who has always served with humility and love, whose presence and ministry have been a great blessing to our parish community. Throughout his time among us, he has led God's people not only through his words, but through the example of his life. As you know, that is none other than our Kochachan Sajiachan. Also, take this opportunity to welcome our new parish priest as well, Father Sibi Kurian Pulikil. I now invite Catechism representative Kristen Roy for a short felicitation to Father Saji. ഏറ്റവും സ്നേഹബഹുമാനങ്ങളുള്ള ഞങ്ങളുടെ സിബിയച്ച, ഞങ്ങളുടെ മുത്തായ, ഞങ്ങളുടെ സ്വത്തായ സജിയച്ച, ബഹുമാനപ്പെട്ട ടീച്ചർമാരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൂട്ടുകാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Today, we gather with mixed emotions as we bid farewell to our beloved Sajiachin. While we are sad to see him leave, we are also filled with joy and hope as Sajiachin becomes a parish vicar. Sajiacha, from the moment you joined our parish, you have touched our lives with your kindness, humility, and joyful spirit, your dedication to God and his people, your inspiring homilies, your compassionate presence, and your willingness to serve have been a true blessing to our community. You have not only been a priest to us, but also a friend, a guide, and a source of encouragement, whether celebrating the sacraments, visiting families, supporting the sick, or spending time with our youth and parish groups. You have only served with a generous heart and a warm smile. As you move on to this new chapter of your priestly ministry, we thank you sincerely for all that you have done for our parish. Although we will miss your presence, we are confident that God has many plans for you. May he bless you abundantly with wisdom, strength, good health, and happiness as you take on all your future responsibilities. May the Blessed Virgin Mary guide and protect you. On behalf of the Catechism Department and the entire parish community, thank you, Acha, for your faithful service, your friendship, and your love. Thank you,
and God bless you. Christian has done really well. നമുക്കൊന്നും കൂടെ ആ കൊച്ചിനെ കൈയടിച്ച് തന്നെ വരാം. Thank you. I now invite Jomon Verghese, the Kaikaran, to say a few words on behalf of the parish. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സിബിയച്ച, സജിയച്ച, പ്രിയ ഇടവകാംഗങ്ങളെ, നമ്മുടെ ഇടവകയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് സജിയച്ചൻ നമ്മുടെ ഇടവക സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദേവാലയ കുദാശയ്ക്ക് തൊട്ടു മുമ്പ് ജീനു അച്ഛൻ്റെ അസുഖത്തെ തുടർന്ന് താൽക്കാലിക ചുമതലയോടെയാണ് അച്ഛൻ നമ്മുടെ ഇടയിലേക്ക് വരിക. ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലോ. താൽക്കാലിക ചുമതലയോടെ ആരംഭിച്ച ശുശ്രൂഷ സ്ഥിര നിയമനമായിട്ട് മാറുകയും അച്ഛൻ നമ്മുടെ ഇടവക കുടുംബത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്തു. അച്ഛൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അച്ഛൻ ജനങ്ങളോടൊപ്പം ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നല്ല ഇടയനാണെന്നുള്ളതാണ്. നമ്മുടെ ദേവാലയ കുദാശയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളിലും അച്ഛൻ്റെ പങ്ക് വളരെ നിർണായകമായിരുന്നു. അച്ഛൻ അതിൻ്റെ ആസൂത്രണത്തിലും അതിൻ്റെ ഏകോപനത്തിലും മാത്രമായിട്ടല്ല, അച്ഛന് ശാരീരിക അധ്വാനം ആവശ്യമായിട്ടുള്ള എല്ലാ ജോലികളിലും അച്ഛൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ കണ്ടെയ്നറിലൊക്കെ ലോഡ് വരുമ്പോൾ അച്ഛനാണ് ആദ്യം ഇറക്കാനായിട്ട് മുന്നിലുണ്ടാവുക. അപ്പോൾ അച്ഛൻ വന്ന സമയത്തായിരുന്നു. അപ്പോൾ പലർക്കും അച്ഛനെ അറിയില്ലായിരുന്നു. അച്ഛനൊരു മാസ്ക് ഒക്കെ വെച്ച് ടീഷർട്ടൊക്കെ ഇട്ട് വരുമ്പോൾ പലരും അച്ഛനോട് പറയും, ചേട്ടാ ഒന്ന് പിടിച്ചേ. അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ അച്ഛനോട് ഒരു പെയിന്റ് ബ്രഷൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറയും, അതൊന്ന് ടച്ചപ്പ് ചെയ്ത് കേട്ടോ. അപ്പം അച്ഛനപ്പോൾ ഒരു ചെറിയ ചിരിയൊക്കെ ആയിട്ട് മിണ്ടാതെ അവിടെ ഒതുങ്ങി ഒരു മൂലയിൽ ഇരിക്കുമായിരുന്നു അച്ഛനിങ്ങനെ. പിന്നെ അച്ഛനെ നമ്മളെല്ലാവരോടും ഭയങ്കര സൗഹൃദം നമ്മളോടൊക്കെ കാണിച്ചിരുന്നു ആ സമയത്തെല്ലാം. അപ്പം അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും അച്ഛൻ നമ്മൾ കണ്ടത് നിർദ്ദേശങ്ങൾ മാത്രം തരുന്ന ഒരാളായിട്ടല്ല. അച്ഛൻ എപ്പോഴും നമ്മുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മളിലെ ഒരാളായിട്ടാണ് നമ്മൾ എപ്പോഴും അച്ഛനെ കണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും പ്രിയങ്കരനായിട്ട് മാറിയത്. അതുപോലെ നമ്മുടെ ദേവാലയം നമ്മുടെ അഭിമാനത്തോടെ നിലകൊള്ളുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അനേകം പേരുടെ ത്യാഗങ്ങളോടൊപ്പം അച്ഛൻ്റെ സമർപ്പണവും കഠിനാധ്വാനവും സ്നേഹവുമൊക്കെ നമ്മൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട സജിയച്ച, അങ്ങ് ഞങ്ങളുടെ ഇടവകയ്ക്ക് നൽകിയ ആത്മീയ നേതൃത്വത്തിനും ഓരോ കുടുംബത്തോടും കാണിച്ച സ്നേഹത്തിനും കരുതലിനും അതുപോലെ നമ്മുടെ യുവജനങ്ങളെയും കുട്ടികളെയും ഒക്കെ ചേർത്ത് പിടിച്ചതിനും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണമെന്ന തിരുവചനം അച്ഛൻ്റെ ജീവിതത്തിലൂടെയും ശുശ്രൂഷകളിലൂടെയും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. നേതൃത്വത്തെക്കാൾ കൂടുതൽ അച്ഛന് ശുശ്രൂഷയ്ക്കും അധികാരത്തെക്കാൾ കൂടുതൽ അച്ഛനൊരു സ്നേഹത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. നമ്മുടെ ഇടവക സമൂഹത്തിൻ്റെ പേരിലും എല്ലാ സംഘടനകളുടെയും പേരിലും ഓരോ കുടുംബത്തിൻ്റെയും പേരിലും ഒരിക്കൽ കൂടെ ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി സജിയച്ച. അതുപോലെ തന്നെ അങ്ങയുടെ സ്നേഹവും സമർപ്പണവും ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. അച്ഛൻ ഇന്ന് നമ്മുടെ ഇടവക വിട്ടു പോകുന്നുണ്ടെങ്കിലും അച്ഛൻ നമ്മുടെ ഹൃദയങ്ങളിലും അച്ഛൻ നമ്മളോട് പങ്കുവച്ച സ്നേഹത്തിലുമൊക്കെ എന്നും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ദൈവം അങ്ങയെയും അങ്ങയുടെ പുതിയ ശുശ്രൂഷയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. Thank you, Jomon, for your kind words. I now invite our parish priest, Father Sibi, to say a few words, please. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമയം വൈകിയതുകൊണ്ട് ഞാൻ ഒരു കൊച്ചു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ കുട്ടികളുടെ എക്സാം ഉണ്ട്. സജിയച്ചന് എൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ ഒരു സെമിനാരിക്കാരനാണ്. കാരണം കേരളത്തിലെ 3 സെമിനാരികളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ 20 വർഷം. 1250ഓളം അച്ഛന്മാർ ഞാൻ പഠിപ്പിച്ചവരുണ്ട്. ഈ രൂപതയിൽ തന്നെ 8 പേര് ഉള്ളത് ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ്. അതിൽ നിന്നെല്ലാം വിട്ടുപോയത് അച്ഛന് നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചത്. അല്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും എൻ്റെ ക്ലാസ്സിൽ വന്നു പെട്ടേനെ. എങ്കിലും ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ കൂടെ അഡലൈഡിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പം അച്ഛനുള്ള 2 ഗുണങ്ങൾ, ഒരു പുരോഹിതന് വേണമെന്ന് സെമിനാരിക്കാലത്ത് പഠിപ്പിക്കാറുള്ള 2 ഗുണങ്ങൾ അച്ഛനിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് കണ്ടു. ഒന്നാമത്തെ ഗുണം, അച്ഛൻ ഈ അഡലൈഡിൽ എൻ്റെ കൂടെ ഒരു 3 ആഴ്ച ഉണ്ടപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന കാലത്തും ഒരു വാക്കുപോലും അച്ഛൻ ഈ ഇടവകയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അച്ഛന് ഒരു അച്ഛൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം അതാണ്. തന്നെ ഏൽപ്പിച്ച ദൈവജനത്തെ, തൻ്റെ ഇടവകയെ സ്നേഹിക്കുക എന്നുള്ളത്
കുറവുകളെ അനേകമുണ്ടായിരിക്കാം, പക്ഷേ നന്മകൾ മാത്രം പറയുക. അച്ഛൻ 1000 നാവായിരുന്നു ഈ ഇടവകയെക്കുറിച്ച് പറയുമ്പം. അവിടെ നിർത്താൻ കൊണ്ടുപോയതാണ് അഡലൈഡിൽ, പക്ഷേ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആൾ ചാടിപ്പോന്നു. അതുകൊണ്ടാണ് അച്ഛൻ അത്ര ഇഷ്ടമായിരുന്നു. അത് അച്ഛനുള്ള ഒരു ഗുണം. രണ്ടാമത്തെ ഗുണം അച്ഛൻ്റേത്, ഒരു വൈദികൻ ഏറ്റവും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം അവൻ്റെ ദേവാലയത്തെയും ബലിപീഠത്തെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, അച്ഛന് ചെയ്യാവുന്ന അത്ഭുതങ്ങൾ നിങ്ങൾ പലപ്പോഴും അറിഞ്ഞിട്ടില്ല. ഒരു വൈദികന് ചെയ്യാൻ പറ്റുന്ന അത്ഭുതം, ആ അത്ഭുതം ബലിപീഠത്തിലാണ് അച്ഛന് ചെയ്യാൻ പറ്റുന്നത്. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവനെന്ന് പറഞ്ഞ് ബലിപീഠത്തിലേക്ക് കയറുമ്പം അച്ഛന്മാർ പ്രാർത്ഥന യാചിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സമയമെല്ലാം നിങ്ങൾ അച്ഛന് വേണ്ടി, അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ സമയം അച്ഛൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെമിനാരിക്കാലത്ത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, കുർബാന പുസ്തകത്തിലുണ്ട്. അവർ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന അവിടെ എഴുതിയിട്ടുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾ അറിയണം. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ജനത്തിൻ്റെ നിരവധിയായ പാപങ്ങൾ നീ ഓർക്കരുതേ. അവരുടെ ദുഷ്ടതയുടെ ആധിക്യം നിമിത്തം നീ അവരോട് കോപിക്കരുതേ. നീ സ്വീകരിച്ച മനുഷ്യത്വത്തോടുകൂടെ സമയത്തിൻ്റെ സമാപ്തിയിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ തിരുസന്നിധിയിൽ കൃപയും അനുഗ്രഹവും കണ്ടെത്തുന്നതിനും അങ്ങയോട് കൂടെ ചേരുന്നതിനും എൻ്റെ ജനം യോഗ്യരാകുന്നതിന് വേണ്ടി ഈ ബലി നിന്റെ കരുണയാൽ സ്വീകരിക്കണമേ. എന്നിട്ട് അച്ഛൻ ബലിപീഠം അത് കഴിഞ്ഞ് ചുംബിച്ചിട്ട് കൈകൾ മാറോട് ചേർത്ത് വയ്ക്കും. അങ്ങനെയാണ് കുർബാന പുസ്തകത്തിൽ കുർബാനയിൽ പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്നും ശ്രദ്ധിച്ചു അച്ഛൻ ചെയ്യുന്നത് അത്. അതിൻ്റെ അർത്ഥം, നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എൻ്റെ ജനത്തിൻ്റെ നിരവധിയായ പാപങ്ങൾ നീ ഓർക്കരുത്, നീ അവരോട് കോപിക്കരുത്. പിന്നെ അച്ഛൻ പറയുന്നത് എന്നാണെന്നറിയോ പഠിപ്പിച്ചിരിക്കുന്നത്? പക്ഷെ നിനക്ക് എന്നോട് കോപിക്കാം, എന്നെ ശിക്ഷിക്കാം, പക്ഷെ എൻ്റെ ജനത്തെ ശിക്ഷിക്കരുത് എന്നാണ്. ഇത് ബലിപീഠത്തിൽ ഹൃദയം തൊട്ട് പറയുന്ന ഒരച്ഛനെ ഒരിടവകയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റൂ. അത് അച്ഛനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ പ്രാർത്ഥിച്ചപ്പം രോഗികൾ സുഖപ്പെട്ടത്. അച്ഛൻ സംസാരിച്ചപ്പോൾ ആശ്വാസം ലഭിച്ചതിൻ്റെ കാരണം, ഒരു പുരോഹിതൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അവൻ്റെ ബലിയർപ്പണം ദൈവത്തിന് സ്വീകാര്യമാകുന്നുണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ആപത്ത് വന്നിട്ടില്ലെങ്കിൽ, നമ്മളെ ദൈവം ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ പകരം ദൈവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം, അത് മുഴുവൻ ഒരു പുരോഹിതൻ ഏറ്റെടുത്തത് കൊണ്ടാണ്. ബലിപീഠത്തിൽ അവിടെയാണ് പുരോഹിതന്റെ വില. അതുകൊണ്ടാണ് ഇടവക വികാരി ഇടവക ജനത്തിന് വേണ്ടി മാത്രമേ ഏറ്റെടുക്കാൻ കടപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞായറാഴ്ച കുർബാനയ്ക്ക് ഇടവക ദേവാലയത്തിൽ വരണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഈ ഇടവകയുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നവൻ ഈ പുരോഹിതനാണ്. ആ ഗുണം ഞാൻ ഈ അച്ഛനിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കെയ്ൻസിൽ അച്ഛൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. അച്ഛൻ പറഞ്ഞതുപോലെ ചക്കയും മാങ്ങയും കഴിക്കാനല്ല അച്ഛന്മാർ പോകുന്നത്, നല്ല നിങ്ങളെ പോലെയുള്ള നല്ല വ്യക്തികളെ കിട്ടാനാണ്. എല്ലാവിധ നന്മകളും അച്ഛന് നേരുന്നു. ഒരുപാട് ഹൃദയങ്ങളിൽ അച്ഛന് സ്ഥാനമുണ്ട് എന്ന് എനിക്കറിയാം. തുടർന്നും അതുണ്ടായിരിക്കും. അച്ഛൻ ബലിയർപ്പിക്കുമ്പോൾ അച്ഛൻ ഞങ്ങളെയും കൂടി ഓർക്കണം. അച്ഛൻ എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. അടുത്ത 5-ാം തീയതി ഞായറാഴ്ച അച്ഛൻ 8:45 ഇവിടെ വരും. ഓരോ അച്ഛന്മാർ യാത്ര പറയുമ്പം ബലിപീഠം ചുംബിച്ചാണ് യാത്ര പറയുന്നത്. അച്ഛൻ 8:45 വന്ന് ബലിപീഠം ചുംബിച്ച് യാത്ര പറഞ്ഞ് അച്ഛൻ പോകും. അപ്പോൾ അച്ഛൻ എല്ലാവിധ നന്മകളും നേരുന്നു, ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഒരുപാട് നന്ദിയും. താങ്ക് യു. Thank you, Sibiacha, for short and sweet words. I now invite the Kaikas of the parish to give Father Saji the farewell card. Crystal, Jomoon, Stephen, and Sebastian. Thank you, Kaikas. We will now have the farewell cake cutting ceremony by Father Saji as a sign of our love and gratitude for his dedicated service to our parish community. Invite Father Sibi to join as well, please. May God continue to bless and guide you, Acha. Thank you, Achamare. Words of thanks. Finally, I invite our Kochachan, Father Saji Thomas, to say a few words. ഞാൻ നന്ദി പറഞ്ഞതുകൊണ്ട് ഇനി ഒത്തിരി നന്ദി പറയുന്നില്ല.
എല്ലാവരും എന്നെ നിങ്ങളുടെ സ്വന്തമായി സ്വീകരിച്ചതിന് എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇന്നലെ മാതൃവേദിക്കാർ എന്നോട് പറഞ്ഞു, അച്ഛൻ അവിടെ ചെന്ന് സൺസ്ക്രീൻ മുഖത്ത് തൂക്കുമ്പോഴെല്ലാം ഞങ്ങളെ ഓർക്കണമെന്ന്, ചൂടുള്ള സ്ഥലമായതുകൊണ്ട്. അതുപോലെ തന്നെ ഞാൻ കെയ്ൻസിലേക്ക് വനപ്രദേശത്തേക്ക് പോകുന്നുണ്ട്. പച്ച കേക്ക്, ഇന്നിവിടെ പച്ച കളറുള്ള കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരാളായിട്ടാണ് നിങ്ങൾ എന്നെ അയക്കുന്നതെന്ന് എനിക്കറിയാം. അവിടെ ചെന്നെല്ലാം നന്നായി ചെയ്യാൻ കൃപ നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ ബലിയർപ്പണത്തിലും നിങ്ങളെ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഇടവകയാണ്. എല്ലാ ബലിയർപ്പണങ്ങളിലും നിങ്ങളെ ഞാൻ ഓർക്കുമെന്ന് ഉറപ്പ് തരികയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഞാൻ ആയിരിക്കുന്ന ഇടവകയ്ക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. താങ്ക് യു. Once again, we thank the Lord Almighty for blessing our parish with Father Sergi. Especially, we miss your sermon, Sacha, adoration, and mostly the Sunday announcements. That's the star of the Sundays. We hope Achan might come back to our parish, not as Coach Achan, but as Vigar Achan. You agree? We hope and pray for that. Thank you all, and God bless you. Before we move on, we'll just take a group photo with both the Achans.